ഫെമിനിസം എന്ന് പറയുന്നത് എന്താ? ഇക്വാലിറ്റി ആണ്. ഫെമിനിസം എന്ന് പറയുന്നതിന്റെ ബേസ് തന്നെ ഇക്വാലിറ്റി ആണ്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്ത് സിനിമ. ഇവിടെ ഇപ്പം എന്റെ ക്യാരക്ടർ എന്ന് പറയുന്ന ഐഷു എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സംഭവം കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളാണ് പറയുന്നത് ഫെമിനിസ്റ്റ് സിനിമയാണോ അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന മെനിസ്റ്റ് ഐ ഡോണ്ട് നോ ദാറ്റ് ടേം ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. രണ്ട് മൂന്ന് രീതികളുടെ സമയത്ത് അങ്ങനെ ഇതാരാണ് എടുത്തതാണ്? അല്ല, ഇതിന്റെ ഡയറക്ടർ സ്ത്രീ അല്ലല്ലോ. പുള്ളിയുടെ പെൻസിലൂടെ അല്ലെങ്കിൽ പുള്ളിയുടെ കണ്ണിലൂടെ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ അത് ഫെമിനിസ്റ്റ് ആയിട്ടാണോ നമ്മളത് ചിത്രീകരിക്കുന്നത് അല്ലെങ്കിൽ അത് ശരിയുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ശരി, ഞങ്ങളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് കാര്യങ്ങളോട് സംസാരിക്കുന്നില്ല. പല റിവ്യൂകളും വരുമ്പോൾ ആദ്യത്തെ ദിവസമല്ലേ ഇനി കാര്യങ്ങൾ ഇത് തീർച്ചയായും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് ചർച്ച ചെയ്യാനായിട്ട് ആൾക്കാർ മടിക്കുന്ന ഒരു വിഷയമാണ്. ഫാമിലിയിലാണെങ്കിൽ പോലും വൈഫ് പുറത്തേക്ക് പോലും പറയാനായിട്ട് മടിക്കുന്ന, അല്ലെങ്കിൽ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അയാളെ പോലും പുറത്തേക്ക് പറയാൻ മടിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇത്. അത് വിവേകാനന്ദനെ പോലെ വിവേകാനന്ദനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട്, ഞാൻ പറയുന്നതിൽ കാരണം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ അയാൾ ചിലപ്പോൾ അയാളുടെ തെറ്റ് മനസ്സിലാക്കുമായിരിക്കും. പക്ഷെ മനസ്സിലാക്കണമെങ്കിൽ പോലും നമ്മൾ ഓപ്പണായിട്ട് അത് പറയണമെന്നുള്ളതാണ്. പറയാൻ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ, കണ്ടിട്ടെങ്കിലും ധൈര്യം ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പണ്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അതായത് സമൂഹത്തിലുണ്ട്. അന്ന് ഈ പറഞ്ഞ പോലെ പ്രതികരിക്കാതിരുന്ന സ്ത്രീകളെ അവരുടെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ഇതിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ നടന്നു പറഞ്ഞ് ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഇപ്പം സ്വാസിക പ്ലേ ചെയ്യുന്ന ക്യാരക്ടറിൽ ചെറിയ അതിൻ്റെ ഒരു ചായ്വുണ്ട്. പക്ഷെ എവിടേക്കോ നമ്മൾ ഒരാൾക്ക് ഒരു ഊർജ്ജം കൊടുത്താലാണ് നമുക്ക് പുറത്തേക്ക് വരാനുള്ള ഒരു ധൈര്യം കിട്ടുള്ളൂ. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് സംസാരിക്കുക, അതിനുവേണ്ടിയുള്ള ഹെൽപ്പ് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഈ സെയിം സിറ്റുവേഷൻ തന്നെ സ്ത്രീകൾക്കും ഉണ്ടായിക്കൂടാന്നില്ലല്ലോ. അത് തന്നെ പുരുഷന്മാർക്ക് അതാണ് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു അഭിമാനം എന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, അത് സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കാം അതെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ഇത് ഫെമിനിസം ആർക്കാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഫേസ് ചെയ്യാൻ പാടില്ല. ഫെമിനിസവും ബേസിക് ഹ്യൂമൻ റൈറ്റ്സും തമ്മിൽ രണ്ട് ഡിഫറെൻറ്റ് കാര്യങ്ങളാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അത് മീഡിയ ആദ്യം മനസ്സിലാക്കണം. എന്ത് നമ്മൾ പറഞ്ഞാലും അത് ഫെമിനിസത്തിലേക്ക് അല്ലെങ്കിൽ പറയുന്ന ആളെ ഫെമിനിസ്റ്റ് ആക്കി കളയും. പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളാണല്ലോ എന്നോട് ചോദിക്കുന്നത്. പ്രേക്ഷകർ അതെ, മീഡിയ സംസാരിക്കുമ്പോൾ അങ്ങനെ ചോദിക്കരുതല്ലോ. നിങ്ങൾക്കും നിങ്ങളതായിട്ടുള്ള ഒരു പോയിന്റ് ക്ലാരിഫൈ ചെയ്യണം. നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാതെ ഫിൽറ്റർ ചെയ്ത് സംസാരിക്കരുതല്ലോ. പേഴ്സണലി ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ആലോചിക്കില്ലേ ശരിയാണോ തെറ്റാണോ. നിങ്ങളുടെ ഭാഗത്തുനിന്നും ആ മാറ്റങ്ങൾ വരണം. എല്ലാവരും മാറി ചിന്തിക്കണം.